മലപ്പുറം പാണക്കാട് മണ്ണിടിഞ്ഞ സ്ഥലത്ത് വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ജില്ലാ കളക്ടറും ഉടനെത്തും. 4 ദിവസമായി അടച്ചിട്ട മലപ്പുറം വേങ്ങര സംസ്ഥാന പാത തുറന്നു കൊടുക്കുന്നതിനെ കുറിച്ച് ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇന്നലെ വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധനയൊക്കെ നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ടും നൽകിയിരുന്നു. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശാന്തകുമാർ, എപ്പോഴത്തേക്കാവും കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കം സന്ദർശനം ഉണ്ടാവുക? അല്പസമയത്തിനകം മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ, ജിയോളജി വകുപ്പ്, ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ സ്ഥലം സന്ദർശനം നടത്തുന്നതിന് വേണ്ടിയും ഇവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ, മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഓഫീസിൽ അവർ യോഗം ചേരുകയാണ്. ജിയോളജി ഓഫീസർമാരും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലാണുള്ളത്. അല്പസമയത്ത് തന്നെ ഇവിടെ എത്തും. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീടും ഈ മണ്ണിടിച്ചിലിന് ഏകദേശം 200 മീറ്റർ അപ്പുറത്താണ്. അദ്ദേഹം വളരെ പ്രാധാന്യത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഈ മണ്ണിടിച്ചിലിനെ കാണുന്നതും ഇത്തരത്തിലൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്നുള്ള ഒരു കർശന നിലപാട് അദ്ദേഹത്തിനുണ്ട്. അതിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ഇന്നത്തെ ഈ സന്ദർശനവും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ എത്തും. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഇവിടുത്തെ മണ്ണ് പരിപൂർണമായി നീക്കിയത്. ഏകദേശം 400 ലോഡ് മണ്ണാണ് ഈ റോഡിൽ നിന്നും മാത്രം നീക്കിയത്. ഇതാ ഇപ്പോൾ ഈ കാണാം, ഇവിടെയാണ് മണ്ണ് ഇടിഞ്ഞു വന്നത്. ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഇനിയും അവിടെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഒക്കെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി മഴയുടെ ശക്തി കുറവാണ് മലപ്പുറം ജില്ലയിൽ. അത് വലിയ തോതിലുള്ള മഴയൊക്കെ വരികയാണെങ്കിൽ വീണ്ടും അത്തരം മഴയിടിച്ചിലുള്ള സാധ്യതയുണ്ട്. അതാണ് കർശന നിയന്ത്രണവും ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംസ്ഥാന പാത ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല. വേങ്ങര മലപ്പുറം സംസ്ഥാന പാതയാണ്. ഈ സംസ്ഥാന പാതയിലൂടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്രയ്ക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു പാത കൂടിയാണ്. പക്ഷേ ആ റോഡ് തുറന്നു കൊടുക്കണമെങ്കിൽ ശാസ്ത്രീയമായ മറ്റ് പരിശോധനകൾ, മല ഇടിയാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഇന്നലെയാണ് വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് തുടർ നടപടിയിലേക്ക് എന്തായാലും കടക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നതിനും ആലോചിക്കുന്നതിനും തന്നെയാണ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ ഈ സ്ഥലത്തേക്ക് സന്ദർശനം നടത്തുകയും ചെയ്യും. സേതു, ഓക്കെ, ശരി ശാന്തകുമാർ. അപ്പം സംഘം അവിടേക്ക് എത്തുന്ന മുറയ്ക്ക് വീണ്ടും വരാം, വാർത്തകളുടെ വിശദാംശങ്ങൾ എടുക്കാം. അപ്പോൾ നിലവിലെ സാഹചര്യം പറയുമായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.